അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമ്മുടെ ഫ്ലൈയിങ് ഫിഷിംഗ് തളികയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ നമ്മളെ നവാമുകുന്ദ ക്ഷേത്രത്തിനടുത്ത് ഒരു മഹാകുംഭമേള രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ കുംഭമേളയാണ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ പെട്ടെന്നൊരു വൈബ് ഒന്ന് പോയി കാണാം. നമ്മൾ അത്രയും ദൂരം പോയി കണ്ട് നോർത്ത് ഇന്ത്യയിലും യു പിയിലും പോയിട്ട് കാണാനുള്ള സൗകര്യം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത് വന്നിട്ട് നമ്മൾ പോയില്ലെങ്കിൽ മോശമല്ലേ. ഈ സ്ഥലത്തിന് ചരിത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇവിടെ മാമാങ്കം എന്ന് പറഞ്ഞ ഉത്സവം ഗംഭീരമായിട്ട് നടത്തിയിരുന്നൊരു സ്ഥലമാണ്. അത് ചേര രാജാക്കന്മാർ നടത്തിയിരുന്നത് പിന്നീട് സാമൂതിരി രാജാക്കന്മാരെ ഏറ്റെടുത്ത് വിപുലമായി നടത്തിയിരുന്നുണ്ട്. അതിൽ നമ്മുടെ ചാവേർ പടയാളികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗക്കാർ തമ്മിലുള്ള അംഗം വെട്ടും അവരെ കഴിവ് തെളിയിക്കുന്ന ഒരു ഫംഗ്ഷനും കൂടെ അതിൻ്റെ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. പല വാണിജ്യമേളകളും അതിൻ്റെ കൂടെ ഈ പടവെട്ടും നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. അത് ഇതിൻ്റെ ഒരു ചരിത്ര സ്മാരകമായിട്ട് ഇപ്പോഴും അവിടെ അതിനുള്ള അവശേഷിപ്പുകളും കാര്യങ്ങളും നമ്മളവിടെ റിസർവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. ഇനി കുറച്ച് നല്ല കാഴ്ചകൾ നിങ്ങൾ കാണാം. ഇത് ഈ ഫംഗ്ഷൻ്റെ ഇടയിൽ ഒരു ആൾക്ക് ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പം ഇവിടുത്തെ സന്നദ്ധ സംഘടനയുടെ ആൾക്കാർ അയാളെ സേഫായിട്ട് അവിടുന്ന് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റുന്ന കാഴ്ചയാണ് കേട്ടോ.
അങ്ങനെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ആരതി കഴിഞ്ഞ് ഇതിന് ശേഷം ഞങ്ങൾ ആ സ്ഥലത്ത് അടുത്തേക്കൊന്ന് പോകാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് അവിടേക്ക് പോയി ആ തൂണിൻ്റെ അടുത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. അത് ഞങ്ങൾ എവിടെയാണെന്നറിയാം, ഈ ബാക്കിൽ കാണുന്ന കണ്ട തിരുനാവായ ആരതി ഒഴിഞ്ഞ സ്ഥലത്തിൻ്റെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് കാണുന്ന നമ്മുടെ നവാമുകുന്ദ തിരുനാവായ നവാമുകുന്ദ ശിവക്ഷേത്രത്തിൽ ഒക്കെ. അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടോ, ആരതി ഒഴിഞ്ഞ സ്ഥലത്തേക്ക്. അതുപോലെ തന്നെ ആരതി ഒഴിഞ്ഞ വെളുക്കും നമുക്ക് കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാട്ടോ. ഇതിൻ്റെ സംഘാടകർ എന്തായാലും ഈ നിളയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലാത്ത രീതിയിൽ പെറുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വരുമ്പോൾ തന്നെ. പിന്നെ ഈ പാലം അത് സേഫായിട്ട് തന്നെ ഇവർ കറക്റ്റ് ലൈനിലൊക്കെ നിർത്തിയിട്ട് ഇതിൻ്റെ ലോഡിനൊക്കെ നോക്കിയിട്ടാണ് ഇവർ കടത്തിവിട്ടത്. അതെന്തായാലും അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നല്ല പരിപാടിയായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ, ഇത്രയും ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് നമ്മൾ തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അവരുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണം. 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് വെയിലത്ത് നിൽക്കുന്ന അവിടെ കാത്തു നിൽക്കുന്ന ആൾക്കാർ അവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണല്ലോ പരിപാടി കാണുന്നത്. അപ്പോൾ പരിപാടി ഏകദേശം 6:30-ക്ക് തുടങ്ങി ആ വെളുക്ക് ആരതി ഒഴിയുമ്പോഴത്തേക്ക് മുന്നിൽ ഇരുന്ന ആൾക്കാർ എണീറ്റ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് ബാക്കിലിരിക്കുന്നവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കും, അവർക്ക് ആ പരിപാടി കാണാൻ കഴിയില്ല. ഇങ്ങനത്തെ കുറേ മാനേഴ്സും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പലരും ഇതിൽ ഇടപെടുമ്പോൾ, അത് വെച്ചാൽ മുന്നിലുള്ള ഒരാൾ നീക്കുമ്പോൾ ബാക്കിലിരിക്കുന്ന ബാക്കിയുള്ളവരും അതിനനുസരിച്ച് എണീക്കാൻ ബാധ്യസ്ഥരാകും. അത് അങ്ങനെ ക്രൗഡിലേക്ക് അത് എല്ലാവർക്കിലേക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഒരു പരിപാടിക്ക് പോകുമ്പം ജനങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്ത് അത് ഒന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു.